തിരികെ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇസ്രായേൽ സന്ദർശിക്കും. 25-26 തീയതികളിലായിരിക്കും സന്ദർശനം. ഇസ്രായേൽ പാർലമെന്റിനെ മോദി അഭിസംബോധന ചെയ്യും. തൗഫീഖ് അസ്ലം ചേരുകയാണ് വിശദാംശങ്ങളുമായി. തൗഫീഖ്, ഇസ്രായേൽ ഫലസ്തീൻ ബന്ധം, അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാട് സ്വാഭാവികമായും അത് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, ഇറാൻ അമേരിക്ക ചർച്ചയിൽ ഇസ്രായേലിന്റെ നിലപാടൊക്കെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന സമയമാണ്. അപ്പോഴാണ് പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് എത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി മോദിയുടെ ഇസ്രായേൽ പാർലമെന്റിൽ അഭിസംബോധന ചെയ്യുമ്പോഴുള്ള വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകും. ഈ മാസം 25-26 തീയതികളിലാണ് പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷമായിരിക്കും യാത്ര ഉണ്ടാവുക. ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയാണ് മോദിയുടെ യാത്രയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ചയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പകരം ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നയമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള ചില ചർച്ചകൾ കൂടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 2025 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായതിൽ നിലവിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇടപെടൽ ഉണ്ടാകണമെന്ന് നേരത്തെ പലസ്തീൻ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. പലസ്തീൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ എത്തിയ സമയത്ത് ഇന്ത്യക്കിതിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നത് കൊണ്ട് ഈ കൂടിക്കാഴ്ചയിൽ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ ഫലസ്തീനുമായി നടക്കുന്ന സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായി.